അടുത്ത ടോപ്പിക്കാണ് പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻ. നമ്മൾ ഈ നേച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു നാച്ചുറൽ ഹാബിറ്റേറ്റ് എടുത്ത് നോക്കിയാലും ഒരു സ്പീഷീസും അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനും ഐസൊലേറ്റഡ് ആയിട്ട് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഓരോ ഓർഗാനിസം വേറൊരു ഓർഗാനിസമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ നമ്മളൊരു ഏത് ഹാബിറ്ററ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സച്ച് എ സിറ്റുവേഷനും നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റില്ല. ഏതൊരു ഓർഗാനിസം ആണെങ്കിലും വേറൊരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഫോർ എനി സ്പീഷീസ് അവരുടെ മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 1 or more സ്പീഷീസ് ഓൺ വിച്ച് ഇറ്റ് ക്യാൻ ഫീഡ്. ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ഒരു മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നോ അതിലധികമോ സ്പീഷീസിനോ അതിന് ഫീഡ് ചെയ്യാൻ പറ്റണം. സോ മിനിമം റിക്വയർമെൻറ്റ് 1 or more സ്പീഷീസ് ഓൺ വിച്ച് ഇറ്റ് ക്യാൻ ഫീഡ്. സോ അവിടെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൻ്റെ പ്രത്യേകത. എന്താണ് ഈ പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻ? സോ നമുക്ക് നേച്ചറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിലും എല്ലാവരും തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. സോ നമുക്ക് പ്ലാന്റ് സ്പീഷീസ്, നമുക്ക് ഈവൻ ദോ പ്ലാന്റിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക, അവരുടേതായ സ്വന്തം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, ഓട്ടോട്രോപ്സ് ആണ്. സോ ഈവൻ ദോ പ്ലാന്റ്സ് ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്, അതായത് പ്ലാന്റ്സ് ഓട്ടോട്രോഫ് ആണെങ്കിൽ കൂടി അവർക്ക് എന്ത് വേണം? അവർക്ക് ദേ നീഡ് സോയിൽ മൈക്രോബ്സ്. സോയിലിൽ മൈക്രോബ്സിൻ്റെ സഹായം വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ. സോയിലുള്ള ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സോയിലിൽ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ദാറ്റ് റിട്ടേൺ ദ ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ഫോർ അബ്സോർപ്ഷൻ. സോ പ്ലാന്റ്സിന് ഈവൻ ദോ അവർക്ക് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിലും അവർക്ക് സോയിൽ മൈക്രോബ്സിൻ്റെ സഹായം ആവശ്യമാണ്. സോയിൽ മൈക്രോബ്സ് ആണ് ഈ പ്ലാന്റിന് ഹെൽപ്പ് ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ഇൻ ദ സോയിൽ. സോയിലുള്ള ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ആയിട്ട് സോയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അതിനെ പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ പ്ലാന്റ്സിന് എലോൺ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദി സോയിൽ മൈക്രോബ്സ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഇതുപോലെ ഓരോ ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും അതുപോലെ പ്ലാന്റ്സിനെ എങ്ങനെയായിരിക്കും ഒരു പോളിനേറ്റേഴ്സ്, അനിമൽ പോളിനേറ്റേഴ്സിൻ്റെ അഭാവത്തിൽ പ്ലാന്റ്സിന് എങ്ങനെയാണ് പോളിനേഷൻ സാധ്യമാവുക? സോ ദേ മാനേജ് പോളിനേഷൻ ത്രൂ അനിമൽ ഏജൻറ്റ്. സോ പ്ലാന്റ് അതിൻ്റെ പോളിനേഷന് വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആയിട്ടുള്ള ഏജൻസിനെ അതിന് സഹായം തേടുന്നുണ്ട്. എന്നാൽ മാത്രമേ പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സാധ്യമാവുകയുള്ളൂ. സോ ഏത് തരത്തിൽ നോക്കിയാലും ഒബ്വിയസ് ആയിട്ട് നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റും, ക്ലിയർ കട്ടായിട്ട് നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റുന്നതാണ്. പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും മൈക്രോബ്സ് ആണെങ്കിലും ദേ കനോട്ട് ലീവ് എങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് അവർക്ക് സർവൈവ് ചെയ്യാനോ സാധിക്കില്ല. ദേ ഇൻട്രാക്ട് ഇൻ വേരിയസ് വേസ്. ഈ പറഞ്ഞ പ്ലാന്റ്, അനിമൽസ് ആൻഡ് മൈക്രോബ്സ് ഒക്കെ പല തരത്തിൽ അവർ ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഓരോ ഓർഗാനിസം തമ്മിൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഒരു ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നത്. ഈവൻ ഒരു മിനിമൽ കമ്മ്യൂണിറ്റി എടുത്താലും അവിടെ തന്നെ ഒരുപാട് ഇൻറ്ററാക്റ്റീവ് ലിങ്കേജസ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇൻട്രാക്ഷൻസിൽ ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ, ഈ പറഞ്ഞ ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻസിൽ നടക്കുന്നതാണ് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ. ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് സ്പീഷീസ്. രണ്ട് പോപ്പുലേഷൻസ് ഓഫ് 2 ഡിഫറെൻറ്റ് സ്പീഷീസ്, 2 ഡിഫറെൻറ്റ് സ്പീഷീസിൽ പോപ്പുലേഷൻസിൽ 2 ഡിഫറെൻറ്റ് സ്പീഷീസുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ. സോ ഇൻ്റർ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ 2 ഡിഫറെൻറ്റ് സ്പീഷീസുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനാണ് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്ന് പറയുക. ഈ ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും. ഒരു പക്ഷേ ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ ബെനിഫിഷ്യൽ ആവും. ഏത് ഓർഗാനിസവും തമ്മിലാണോ ഏത് സ്പീഷീസും തമ്മിലാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ സ്പീഷീസ് അവർ തമ്മിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കാം എങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് സൈൻ ആണ് ഇടുന്നത്. സോ ബെനിഫിഷ്യൽ, 2 ഓർഗാനിസത്തിനും 2 സ്പീഷീസിനും തമ്മിൽ ബെനിഫിഷ്യറി ആണെങ്കിൽ അത് പോസിറ്റീവ് സൈൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ ഒരു പക്ഷേ ഡെട്രിമെൻ്റൽ ആയിരിക്കാം. സോ അവിടെ നെഗറ്റീവ് സൈൻ ആണ് കൊടുക്കുന്നത് ഡെട്രിമെൻ്റൽ ആണെങ്കിൽ. അതേസമയം ന്യൂട്രൽ ഇൻട്രാക്ഷൻ ആണെങ്കിൽ അവിടെ 0.
സോ ഈ ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസുകൾ തമ്മിൽ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് എ പോപ്പുലേഷനിലുള്ള ഇൻട്രാക്ഷനാണ് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ. ഇറ്റ് ക്യാൻ ബി ബെനിഫിഷ്യൽ, രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആവാം, പോസിറ്റീവ് സൈൻ കൊടുക്കുന്നു. ഡെട്രിമെൻ്റൽ, ആർക്കെങ്കിലും ഒരാൾക്ക് നെഗറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് നെഗറ്റീവ്. ന്യൂട്രൽ, ഹാം ചെയ്യുന്നുണ്ടാവില്ല, അതുപോലെ അതിനെ ബെനിഫിഷ്യലും ഉണ്ടാവില്ല, അതിലാണെങ്കിൽ 0. സോ 3 തരത്തിൽ നമുക്ക് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻസ് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് നമ്മുടെ ബയോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ കാണുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം.